ഹായ് ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഇമ്മച്ചിയുണ്ട്, അതിനെ നൂറ അദ്ദേഹമുണ്ട്. ഇങ്ങോട്ട് വരൂ. അദ്ദേഹിയാണ്, അങ്ങനെ പറയാം. അദ്ദേഹി ഇവിടെ വോൾഫ് കട്ടറാണ് കേട്ടോ. അപ്പോൾ പുതിയ സ്റ്റൈലിന് എന്താ വെട്ടി തന്നെ ടാറ്റ വെട്ടി കൊടുത്താണ്. ആ, നിങ്ങൾക്കൊരു ബ്യൂട്ടി പാർലർ ഇട്ടാലോ? മുടിയൊക്കെ ഫുൾ ബലന്നെ വെട്ടുട്ടോ. മുടി, മേക്കപ്പ്, എല്ലാ സെറ്റപ്പും ബലനെ കൊണ്ടുവരും. ആ, ഫുഡിന് അവളെ ഒരു വേറൊരു താത്ത കൂടി ഉണ്ട്. ഓക്കെ, അവള് ഫുൾ ഫുഡാണ് അല്ലേ? ഫുഡ്, കേക്ക്. ആ, ഇവള് ഫുൾ ഓർണമെന്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണല്ലേ? എൻ്റെ കൂട്ടുകാരി ഉണ്ടാക്കി കാണിച്ചു കൊടുത്താ? അവളെ കൂട്ടുകാരി പുതിയ വാച്ച് ഉണ്ടാക്കിയാണല്ലോ. ആ, കൂട്ടുകാരിൻ്റെ കസിന് 130 ഉറുപ്പ്യാണല്ലോ അതിന്. ഇത് വാങ്ങുമ്പോൾ ഒരു റിബൺ ഫ്രീയും കിട്ടും. ഇതുപോലെ ഈ ചെയിനൊക്കെ വാങ്ങിയിട്ട് ഈ മുത്തൊക്കെ ബല് തന്നെ പിടിപ്പിക്കണതാണല്ലോ. എന്താ അതിന്റെ പേര്? പേജ് അല്ല, ഇതിന്റെ വാച്ചിന്റെ പേര് ബ്രേസ്ലെറ്റ് വാച്ച്. വാങ്ങോ. ഇത് പുതിയ ചെരുപ്പ്. ഇവിടെ ഇപ്പൊ റോഡ് പണി നടക്കാണ് കേട്ടാ. അപ്പൊ ഫുള്ള് ടാറക്കൂടെ നടന്ന് ഫുള്ള് ടാറായിട്ട് പുതിയ ചെരുപ്പട് വാങ്ങി. അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവർക്കും അറിയാം 300K ആയിരിക്കുകയാണ്. അപ്പോൾ 300Kൻ്റെ താങ്ക് യു. അപ്പോൾ 300Kൻ്റെ ഭാഗമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന വെറൈറ്റി രീതിയിലാണ്. നമ്മളെന്തായാലും ഉമ്മച്ചിക്കും ഒക്കെ പെരുന്നാൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ ഉമ്മച്ചിക്ക് ഓൾറെഡി ഉമ്മച്ചി പറഞ്ഞ് ഇവിടെ ഒരു 5 പെരുന്നാക്കുള്ള ഡ്രസ്സ് ഉമ്മച്ചി ഓൾറെഡി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മച്ചിക്ക് കുറേ ഖയാലിൽ നിന്ന് ഓൾറെഡി ഡ്രസ്സ് ആരൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഖയാലിൽ നിന്നും തന്നിട്ടുണ്ട് ഡ്രസ്സ്, അനുവിൻ്റെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ ഡ്രസ്സ് ഉമ്മച്ചിക്ക് വേണ്ട. ഉമ്മച്ചിക്ക് ഏറ്റവും അത്യാവശ്യം മാക്സി ആണെന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്നാൽ മാക്സി നമുക്ക് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ വിചാരിച്ചു. അതാണ് കാരണം, പുറത്തൊന്നും ഇറങ്ങില്ല, കൂടുതൽ ടൈം വീട്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മാക്സി വളരെ അത്യാവശ്യമായൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് ആഴ്ചമാത്താക്കും എന്തെങ്കിലും നോക്കാം. പിന്നെ നമ്മൾ ഇപ്പച്ചി അവിടെ ഉണ്ട്. ഇപ്പച്ചിക്ക് പെരുന്നാൾക്ക് എന്തെങ്കിലും ഇപ്പച്ചിനോട് നമ്മൾ പറഞ്ഞില്ല നമ്മൾ ആഴ്ചമാത്താക്ക് ഡ്രസ്സ് നോക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പച്ചിക്കും നമുക്ക് പെരുന്നാൾക്ക് എന്തെങ്കിലും പോയിട്ട് വാങ്ങാം. നമ്മൾ നിലമ്പൂർക്കാണ് പോണത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും പോയി വെക്കാം ഗൈസ്. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളെ അതങ്ങനെയൊക്കെ ഇരിക്കും, അത് പല സ്റ്റൈലിലിരിക്കും. ഇതിങ്ങനെ കൂമാലി ആക്കിയിട്ട് ബെല്ലൂട്ട അന്നെ വിളിച്ചാ അനക്കുണ്ട് ഒരു കുമ്പിരി ചാട്ടം. മാമന്റെ കുട്ടിയെ ബെല്ലൂട്ട അവിടെ കുട്ടിയെ പോരി ഓനിപ്പൊ ഇനി മറിയലോടക്കം. ആ, ആള് കൊണ്ടുവന്ന് കൊടുക്കും. നമ്മൾ സ്വന്തം ഗപ്പിക്കുളം ഇതൊക്കെ ക്ലീൻ ആക്കാനായിട്ടോ. അപ്പോൾ നമ്മൾ വെറൈറ്റി വഴികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുഴുണ്ട് കേട്ടോ. പുഴുവിനെ കാണിച്ചു കൊടുക്ക്. ഒരു വെറൈറ്റി പുഴു എവിടെ? അവിടെ പുഴു. കുഴക്കല്ല ടോപ്പിയെ. ആ, ചാവി ഉണ്ട്, അടുത്തുണ്ട്. നൂറ പാമ്പിനെ ചവിട്ടല്ലേ? ആ പാമ്പ് പേടിക്കല്ലേ നൂറ. എന്താ ടോബിയെ? ഞങ്ങളാണ് ടോബിയെ. ടോബിക്ക് എത്തി കൂടെ ആൾക്കാർ പോകുമ്പോൾ കുറച്ച് ശീലായിക്കും. ആ കാട്ടുകൂടെ തന്നെ പോയാൽ മതി. ഇപ്പച്ചി കൂടെ വന്ന് കാട്ടുകൂടെ പോകാൻ പഠിക്കണേ. സ്കൂട്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ ഇതിൽ കൂടെ, എല്ലാരും പോകുന്നുണ്ട് ഇതിൽ കൂടെ. വലിയ വണ്ടികൾ പോകുമ്പോ ചിലപ്പോ ഒട്ടിപ്പിടിക്കും. മനസ്സിലായി. റോഡ് പണി നടക്കായതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും എടുക്കാൻ പറ്റില്ല വീട്ടിൽ നിന്ന്. ഇവിടെ ഓൾറെഡി ഇപ്പച്ചിൻ്റെ വണ്ടി ഇപ്പച്ചി പുറത്തെടുത്തിരിക്കണം. ഇതിൻ്റെ പുറത്തൊക്കെ അങ്ങോട്ടേ വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ പുതിയതായിട്ട് ടാറിട്ടുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റൂല. അമ്മച്ചിൻ്റെ സ്കൂട്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടാണ് ബാക്കിൽ. തുറന്നോളാം. അപ്പം നമുക്ക് എന്തായാലും പോയേക്കാം. കയറി. ഇപ്പച്ചി അറിയാതെ നൈസിൽ നമ്മൾ ഇപ്പച്ചിൻ്റെ അലമാരിൽ നിന്ന് ഒരു പാൻ്റ് അങ്ങോട്ട് പൊക്കി. എനിക്കുണ്ടോ വല്ല ഐഡിയ പാൻറ്റിനെ പറ്റി? ഇങ്ങനെ കുട്ടികൾ കൊണ്ടുവന്നിട്ട് ശീലമായിട്ട് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പച്ചിക്ക്
എങ്ങനെ പാൻറ് എടുക്കണം ഷർട്ട് എടുക്കണം എന്നുള്ളതൊന്നും എനിക്ക് ഐഡിയ ഇല്ല. അപ്പച്ചിനെ കൂട്ടി പോകലല്ലേ നമുക്ക് പതിവ്. ആദ്യമൊക്കെ അപ്പച്ചിനെ കൂട്ടിപ്പോയി അപ്പച്ചി പാകം നോക്കി എടുക്കലല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇങ്ങനെ സർപ്രൈസായി കൊണ്ടുപോയി കൊടുക്കൽ വാച്ചോ അങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ പിന്നെ അളവ് നോക്കണ്ടല്ലോ. ഈ അളവ് നോക്കേണ്ടത് വലിയൊരു സർപ്രൈസ് തന്നെയാണ്, ഗതികേടാണ്. അതിനെ ഞാൻ പാൻറ് കയ്യിൽ പിടിച്ചു പറഞ്ഞ പാൻറ് ശരിയായി കിട്ടണമെങ്കിൽ നല്ലത്. എടാ അതിൻ്റെ ഈ നമ്പറാണ് ലീക്കായിട്ട് കുടുങ്ങിക്കണേ. ആ സമ്മാനം അതിന് പൊളിച്ചപ്പോൾ ഇന്ന് കുട്ടികൾക്കൊക്കെ നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്തുട്ടോ വെച്ചോ, ഒരു കാർഡും അതിമൊരു മിഠായിയും വെച്ചിട്ട് നല്ല രസമുള്ള ഫോട്ടോസ് കണ്ടോ ഞാൻ കോമാളിയാക്കിയത്. അയ്യജി എന്താ അതൊക്കെ കാണാതെ പോയതീച്ചോ, അന്നെയാണ്ടല്ലോ ഇന്നെ ശ്രദ്ധിക്കണില്ല ടീച്ചോ, ഇന്നെ തീരെ ശ്രദ്ധിക്കണില്ല. മറ്റേ അങ്ങനത്തെ ഒക്കെ വന്നാൽ ശ്രദ്ധിക്കണ്ട ടീച്ചോ. അമ്പാനെ ഇത് കണ്ടോ ഞാൻ കൊടുത്തു പോന്നു. എല്ലാവർക്കും പരീക്ഷയല്ലേ, ചില ക്ലാസ്സിൽ നേരെയുള്ള ക്ലാസ്സിൽ ഞാൻ ഇത് മറച്ച് വെച്ചിട്ട് അവരോട് കണ്ണടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ കണ്ണെല്ലാവരും ഒറ്റയടിക്ക് തുറന്നിട്ട് മറച്ചു. അതാ ടീച്ചർ അതല്ല ഒരാൾക്ക് കിട്ടിയ മാതിരത്തെ ഫോട്ടോ അല്ല വേറൊരാൾക്ക് കിട്ടിയില്ല. കാർഡ് ഒരു 6 or 7 വീതം ചെയ്തിക്കണം ആ കുട്ടി. എന്നിട്ട് ആകെ ശംസമൊക്കെ രാവിലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഒരാൾക്ക് കിട്ടിയതല്ല ഒരാൾക്ക്. എൻ്റെത് എനിക്ക് തരുമോ ഇൻ്റെത് എനിക്ക് തരുമോ അതിൻ്റെ ഒരു തിരക്ക്. പൊതിഞ്ഞൊക്കെ കൊണ്ടുപോയിക്കണം ചിലവര്. ഇനി വരെ കൊണ്ടുപോയി ഉമ്മച്ചിയൊക്കെ കുട്ടിയൊക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്ടമാണ് നമ്മളെ കുട്ടിയൊക്കെ. എത്രയായാലും ചെറിയതാണെങ്കിലും അവർ കാണാത്ത പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകളൊക്കെ കൊടുക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആ കുട്ടി തരട്ടെ ഇങ്ങനെ കാർഡ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് ഏതായാലും നല്ല മനസ്സ് കേട്ടോ. ആ ഒരു സമയം ചോദിച്ച സമയം അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ് സ്കൂൾ പൂട്ടണ സമയം. ഈദായിട്ട് നമുക്ക് കുട്ടികൾക്കൊന്ന് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല കുട്ടികൾക്ക് ഒരു ചെറിയ പൗച്ച് പോലെ ചെയ്യാൻ. അത് പക്ഷേ ആ സാധനം അപ്പം നമുക്ക് കിട്ടിയില്ല കയ്യിൽ. അടുത്ത വർഷം ഇൻഷാ അല്ലാ ഞാൻ അങ്ങനെ വിചാരിക്കണേ, ചെറിയൊരു പൗച്ച് പോലെ ചെയ്യാൻ നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴേ കുട്ടികൾക്കൊരു രസം. ഇതൊന്നും അതിന് മാത്രം പൈസ ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ ഒരു വെറൈറ്റി. എനിക്കിന്ന് പൂട്ടിയോ? നാളെ സ്കൂളില്ല. അപ്പം എനിക്ക് 5 കിലോ അരി എന്നാ കിട്ടുക? അരി കിട്ടിയോ സ്കൂളിൽ നിന്ന്? നിങ്ങൾക്ക് 5 കിലോ അരി ഉണ്ടടി? സ്കൂളുണ്ട് പറയണ്ടല്ലോ, സ്കൂളുണ്ട്. സഞ്ചി കൊണ്ട് പോയിക്കോ, ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ പരീക്ഷയൊക്കെ. പേപ്പർ കിട്ടുമ്പോൾ അറിയാം. പ്രാവശ്യം പേപ്പർ കയ്യിക്ക് തരുന്നുണ്ട്. വാർഷിക പരീക്ഷ എഴുതി വെച്ച് പോരാനൊന്നും പറ്റൂല. മറ്റേ എല്ലാവരും അങ്ങനെയാണ്, വാർഷിക പരീക്ഷ തോന്നിയത് കാട്ടി വെച്ച് പോരാ, നടക്കൂല. കുഴപ്പമില്ലേ അങ്ങനെയൊക്കെയല്ലേ പറയാ. ഇപ്പത്തെ കുട്ടികളൊന്നുമല്ല പറയാ. സുഖേനി. പിന്നെ സ്കൂള് പൂട്ടുകയാണ്, ഞങ്ങൾക്കൊക്കെ വിഷമല്ലേ ചോദിച്ചപ്പോൾ വിഷമാണ്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാനാ ഇഷ്ടം. എവിടെ സ്കൂള് പൂട്ടിയ അമ്മക്ക് തന്നെ സന്തോഷം, പിന്നെ കുട്ടികളെ പറയാനുണ്ടോ. പക്ഷെ ഇത് ഭയങ്കര ജൂണാണ് കഴിഞ്ഞിട്ടാണ് പാടുള്ളൂ കേട്ടോ. ജൂണും ജൂലൈയും കഴിഞ്ഞാൽ പിന്നെ അടിച്ചു വിട്ടു. നമ്മളെ നോൽമ്പ് ഇപ്പം എത്രയായി അല്ലേ? നോൽമ്പ് നമ്മളെ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ വണ്ടി എങ്ങോട്ട് പോകുന്നുള്ള ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ ആളാണല്ലോ, സാബിക്കാക്കയാണല്ലോ. സാബിക്കാക്ക സഹകരിച്ച് തന്നിരിക്കുന്നു. താങ്ക് യു സർ. ആരാണ്? ബേജാറാണ്. വരലി എല്ലാവരും പാടെ വരലി. വരി അർജൻറ്റീന അപ്പുറത്തുനിന്ന് ഒരാൾ ഇപ്പുറത്തുനിന്ന് ഒരാൾ. ആകെ പുലിവാല്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരാൾ. എന്തൊരു ഇത് നമ്മളെ നാടനെയല്ലേ? ഇത് വേറെ ഏതെങ്കിലും നാടാണോ? കൊച്ചു കൂറ്റമ്പാറ. ബാക്കിയില്ല വണ്ടി. ആകെ തിരക്ക്. ഞങ്ങൾക്ക് കൂട്ടരെ എന്താ ഉണ്ടായത് വെച്ചാൽ
ഞങ്ങൾക്ക് എന്താ സംഭവിച്ചു വെച്ചാൽ ഞങ്ങളെ റെയിൽവേ ഒരു വർഷത്തോളമായി ഞങ്ങളെ റെയിൽവേ അടഞ്ഞു കിടക്കുകയാണ്, പണി നടക്കാതെ. 2 അണ്ടർപാസ്, റെയിൽവേ രാമൻകുത്ത് അണ്ടർപാസും റെയിൽവേ നിലമ്പൂർ അണ്ടർപാസും അടഞ്ഞു കിടക്കുന്നതാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ട ദ്വീപിലാണ് കൂട്ടരെ താമസം. ഞങ്ങൾക്ക് വരാനും പോകാനും പ്രയാസത്തിലാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആ ഉള്ളിൽ നിന്ന് വരുന്നവരാണ്. ഒന്ന് വഴി തരണേ എന്ന് പറയുമ്പോൾ മാറിത്തരാനുള്ള. ഞാൻ അടുത്ത ഒരു ഇടുക്കം പിടിച്ച വളവാട്ടോ. അവിടുന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ വരും എന്ന് പറയാൻ പറ്റൂല. നല്ലോണം ഓണടിച്ച് ഓണമൊക്കെ കടന്നളാ നമുക്ക് ഇറങ്ങലുള്ളൂ. കാരണം വരാനുള്ള പ്രയാസം കൊണ്ട്. അത് റെയിൽവേ കൂടെയാണ് നമുക്ക് പോകാൻ പറ്റുക. അതിൽ ഫുൾ റോഡ് പണിയൊക്കെ കഴിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് റെയിൽവേ അണ്ടർപാസിന്റെ പണിയോട് തുടങ്ങി. റെയിൽവേയുടെ പൂട്ടി. ഇതിപ്പോൾ ഞങ്ങൾക്ക് നിലമ്പൂർ പോകണം. 5 കിലോമീറ്റർ അപ്പുറത്തുകൂടെ ചുറ്റി വളഞ്ഞ് ഇപ്പുറത്തു കൂടെ ഒക്കെ പോയിട്ട് വേണം നമുക്കൊന്ന് അങ്ങാടിക്ക് എത്തണമെങ്കിൽ. ഇവിടെ നിലമ്പൂർ കടന്നു കിട്ടാനാണ് ഏറ്റവും പ്രയാസം. നേതാ പഠിച്ചോൻ കാക്കട്ടെ. നമുക്ക് കടയിലെത്തിയിട്ട് കാണാം ഫായിസ്. എൻ്റെ ഫോണാണ്. അങ്ങനെ നമ്മൾ സ്വന്തം ട്രാവൽ കമ്പനിയായ പ്ലാന്റിക്കോട് സ്റ്റിക്കർ തൻ്റെ പേഴ്സമ തന്നെ ഒട്ടിച്ചുകൊണ്ട് ഇമ്മച്ചി മാതൃകയായിരിക്കുകയാണ്. താങ്ക് യു ബോസ്. അത്രേ ഉള്ളൂ. അവസാനം ഈ വണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി വേറെ ആരൊക്കെയോ വരേണ്ടി വന്നു. ഇതിൻ്റെ എന്തോ നെറ്റ് ശരിയാക്കാൻ ചെറിയ സ്പാൻഡറും കൊണ്ട് എവിടുന്നോ ആള് വരണമല്ലോ. ചെറിയ സ്പാൻഡറും കൊണ്ട് ഈ വണ്ടി വലിയ എന്തിനോ രക്ഷിക്കാൻ വന്നതാണ്. അവസാനം ആ വണ്ടി കുടുങ്ങിയിട്ട് അതിന് രക്ഷിക്കാൻ വേറെ എവിടുന്നോ ആൾക്കാർ വരേണ്ടി വന്നു. ഇങ്ങനെ നമ്മൾ ഇപ്പച്ചേക്ക് ഷർട്ട് വെക്കാൻ വേണ്ടി ഹാഫ് കൈൻ്റെ സെഷനിൽ എത്തിയിട്ടുണ്ട്. എക്സൽ പെരുന്നാക്കിടാൻ പറ്റിയ ഏത് മുന്തിരി കളറാ? നൂറൊക്കെ ഏതാ കളറുണ്ട്? പ്രിന്റ് ആയിക്കോട്ടെ. പേരെന്താ? മുന്തിരി. ഇത് വേണ്ട, കുറച്ച് ഓൾഡായി മുന്തിരി വേണ്ട. അതെന്തോ നമുക്കൊരു ചെക്കൊക്കെ പിടിക്കാം. ഇപ്പാക്കാണ് കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഹാഫ് കൈ ഇടുപ്പിച്ച് ഹാഫ് കൈ ആണോല്ലോ വേണ്ടിയത്. അതിപ്പിളപ്പിച്ച് പറഞ്ഞേ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടല്ലേ? ടോക്ക് ഉണ്ട്. ഇതല്ലാതെ മറ്റോട്ട് തന്നെ നോക്കണം. അതല്ലടാ, ഇത് മറ്റേല് ഇതുണ്ടാവുമോ? താഴെ ഉണ്ടാവില്ല, മറ്റേ ചെക്കന്മാരയിൽ ഉണ്ടാവില്ല മറ്റേ ഹാഫ് കൈ. ഹാഫ് കൈ ഇല്ല, ഏതും ഇല്ല. അതതിൻ്റെ പേര് ഗ്രിഡ് ലൈൻസ് എന്നൊക്കെയാണ് അതിന് പറയും. നമ്മൾ ചെക്ക് ഷർട്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങളും ബാക്കിലായോ? നിങ്ങളും കടത്തി വെട്ടൽ തുടങ്ങി വലിയ ഗ്രിഡ് ലൈൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും എഡ്യൂക്കേഷൻ ഇല്ല. എഡ്യൂക്കേഷൻ ഈസ് യുവർ എഡ്യൂക്കേഷൻ? വാട്ട് എഡ്യൂക്കേഷൻ? നോ എഡ്യൂക്കേഷൻ? ഇത് രസമുണ്ട് കേട്ടോ. ഇതൊരു ഇതൊക്കെ ഉണ്ടല്ലേ? എന്ത് ലൈനാ? ഇത് ഗ്രിഡ് ലൈനാ? ഇത് റെഡ് ലൈനോ? അല്ല, ഗ്രിഡ് ലൈൻ തന്നെ. 42. ഇത് രസമുണ്ട്. ഇത് രസമുണ്ട് കേട്ടോ. നല്ല രസം. നമ്മളധികം സെലക്ട് ചെയ്ത് ടൈം കളയുന്നില്ല. നമ്മൾ ഇതിലൊക്കെ പുറത്തേക്കാൻ പോവാണ്. ഇതൊന്നും ഇട്ട് നോക്കണോ? ഞാനാ ഞാറുണ്ട് വെച്ചിട്ടോട്ടെ. ഇത് കൊള്ളൂല എന്തായാലും. ഓവർ സൈസിൻ്റെ ആവശ്യമുണ്ട്. ഓവർ സൈസ് അത്രേ ഉള്ളൂ. അത് ഓവറാവൊന്നുമില്ല. ഇതെടുക്കാല്ലേ? ഒരു പാൻറ്റ് വേണം. ഒരു പാൻറ്റും പാൻറ്റ് പേരേന്ന് കൊടുക്കുന്നുണ്ട് പാൻറ്റൊക്കെ. അതുകൊണ്ട് കവർ സെയിം ആയതുകൊണ്ട് ലീനൻ്റെ പാൻറ് ഉണ്ടോ? ഓ ഉണ്ട്.
ഏത് കളർ വേണം അതിൽ? അതെനിക്കറിയില്ല. ഇതിലേക്ക് ചേരുന്ന ഒരു കളർ ആയിക്കോട്ടെ. ഇതിൽക്കല്ലേ? സൈസ് കിട്ടോ എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അതല്ല, ഇതൊക്കെ ലിനന്റെ പാന്റ് പുതിയ വന്നിട്ടില്ലേ? അവിടെ അതല്ലേ ഇപ്പൊ കൊടുന്നേരം കേട്ടോ. അല്ല കല്യാണ ചെറുക്കനാകുമ്പോഴോ? അത് നമ്മളിപ്പോഴേ അതിനെപ്പറ്റി ചിന്തിക്കണോ? അതിന് അതിൻ്റെതായ ഒരു സമയമല്ലേ? നോക്കി നോക്ക പഞ്ചാബി അവിടുന്ന പാട്ട് ഇതല്ല സുല്ലേ നോക്കിയാലോ നമുക്ക്. എങ്ങനെയുണ്ട്? നോക്കിയല്ലോ. ഇനി കൊടുക്ക കഴിച്ചിട്ടുണ്ട്. ഇത് പിടി ഇത് ഇട്ടോട്ടെ. ഇത് എന്നെ ഏൽപ്പിച്ചോളൂ നോക്ക് കുറച്ച് പറയും. ഗായ്സ് അപ്പോൾ കാക്കു ഇട്ടോക്കാൻ പോകണം. അങ്ങനെ പറയും. പോകണമെന്നില്ല. ഇവിടെ നിന്ന് ഇത് വേണ്ട, അത് മാത്രം ഇട്ടോ. അങ്ങനെ ഇട്ട് പോകാം. പ്ലാന്റുകൊണ്ട് പരിപാടി എടുക്കുമ്പോൾ അവിടെ നിന്നാൽ മതി, ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കാം. കുറച്ചും കൂടെ എളുപ്പം വെച്ചാൽ പെണ്ണില്ല. ഡ്രസ് അപ്പൊ തന്നെ നോക്കുന്നുണ്ട് കാക്കു. കാക്കൂനല്ല, മോളൊരു കാക്കുണ്ട്. ആ കാക്കൂനാണ്. ഇത് 2 ഉണ്ട്. അനു പെണ്ണ് കിട്ടുമ്പോളേ ഈ ചുനു അഫിക്കും ഒപ്പടാ. കിളികളും പൂക്കളും. അല്ല ഓനെന്താ മടച്ചോന് എന്ത് രസല്ലേ ഇട്ടു. പക്ഷെ ആയില്ല, ടൈമായില്ല. ലെറ്റ്സ് വെയിറ്റ്. അതിനൊക്കെ അതിൻ്റെതായ സമയമുണ്ട്. ഡിജിറ്റൽ പ്രിന്റിലിറങ്ങും. വാലിരിക്കുമ്പോൾ തലയാടരുത്. തല ആടാനായിട്ടില്ല, തലയും പാലും പാടാനായിട്ടില്ല, കുറച്ച് കഴിയട്ടെ. 24 ആയിട്ടുള്ളൂ. അവസാനം ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ ഇട്ട ഡ്രസ്സില്ലേ അവിടെ ഊരിട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ അത് ഹാങ്കറും അവിടെ തന്നെ ഇട്ട് വെക്കും. എനിക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ എടുക്കാൻ അങ്ങനെ ഒരു സാധനം ഉണ്ട്. നമ്മൾ ടീഷർട്ടൊക്കെ എടുത്ത് നോക്കിയിട്ട് പറ്റിയില്ല, ഞാൻ ഹാങ്കറുമ്പോൾ തൂക്കിയിട്ട് അവിടെ തന്നെ വെക്കും. നിങ്ങളെല്ലാം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇവിടെ എല്ലാം ഉണ്ട്. അടുത്തതായി നമ്മളെ ക്യാമറമാൻ ഫയാസിൻ്റെ ഒരു സ്റ്റൈൽ ടെസ്റ്റിങ്. അതിന് ഞാനും പറഞ്ഞു പെണ്ണില്ല, പക്ഷേ കുപ്പായൊക്കെ ഉണ്ട്. ഓലക്ക. അപ്പോൾ നമ്മളെ പാൻറ്റുമായി നമ്മളെ ചെക്കൻ എത്തിയിട്ട് നമുക്ക് പോയേക്കാം. പോയേക്കാം. സൈസ് അറിയാമോ? 10 കിലോ വരിക. അതിൻ്റെ സൈസ് അല്ലേ നമ്മൾ നോക്കുമ്പോൾ പെടും ചിലപ്പോൾ ഒരു ഇഷ്ടങ്ങൾ മാറ്റാനൊക്കെ പറ്റും കടയിൽ പോയി. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷർട്ടും എനിക്ക് ഈ ഒരു ഗ്രേ പാൻറ്റുമാണ് നമ്മൾ ഇപ്പച്ചിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പച്ചിക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് പോയി ഇനിയിപ്പിച്ച് നോക്കാം. ഇല്ലാത്ത കളർ ഇതെടുത്തോളി. ശരി, വേണ്ട സെറ്റ്. ഇവർക്ക് എന്താണ് വേണ്ടത്? ഒരു തൊപ്പി ആയാലോ? ഇട്ടോ. പൂക്കീസ് ഇട്ട് നോക്കിയ സാധനങ്ങളാണിത്. ഇട്. ഫസ്റ്റ് ബിസ്മില്ലാ. ഇത് നല്ല രസം. ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടി അവിടെ മുടി കുടുങ്ങി. പോവാ. നൂറൊക്കെ രസമുണ്ട് കേട്ടോ. എല്ലാവരും കുഴപ്പമില്ല, അതിൻ്റെ ആൾക്കാരോ? നല്ല കുട്ടിയാ? അഫി നല്ല കുട്ടിയാ? ആണോ? കച്ചറുണ്ടോ? അഫിൻ്റെ ക്ലാസ് പഠിക്കണേക്കെ കേട്ടോ. നല്ല കുട്ടിയാണ് അതൊക്കെ. കളർ നല്ല രസമുണ്ടാവും ഈ പച്ച.
പച്ചയിൽ പിടിക്കാൻ ലൈറ്റ് മതി, ലൈറ്റ് കളർ. പച്ച എടുക്കാൻ ഇട്ടോക്ക് നമ്മുടെ ഈ പച്ചൻ്റെതല്ല, നമ്മുടെ ഈ കളറൊന്നും ഇട്ടോക്ക്. ഇതൊരു സ്റ്റാൻഡേർഡ് സാധനം. അതല്ല ലൈറ്റ് കളർ ഉണ്ടെങ്കിൽ നല്ല ഇതിട്ടാൽ ബ്രൈറ്റ് ആവും ഫേസ്. ഒന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറയും. ഒന്ന് ഇട്ട് നോക്ക്. ആ അതെ, ഉമ്മാൻ്റെ കുട്ടി ഒന്ന് ഇട്ടോ. എന്തുണ്ട് വിശേഷം? എന്തല്ലേ നമ്മളെ മോക്ക ഇങ്ങനെ വന്നു, കുട്ടികളവിടെ പറക്കണവും പിടിക്കണമൊക്കെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടിരുന്നു. അനുവരും ആ വല്ലപ്പോഴും ഒക്കെ കാണും. എല്ലാവരും കൂടി അനു കൊണ്ടുവന്നീനിയല്ലോ അല്ലേ, കുട്ടികളെല്ലാവരും. ആ ആ എല്ലാവരും വന്നൊന്നും അറിയില്ല, അങ്ങനെ ആരത്തോ ഒരാളത്തെ വീഡിയോയിൽ അങ്ങനെ കണ്ടു. അമ്മേലെ അക്രം അതോരൊക്കെ പലയിടത്തൊക്കെ ഇറങ്ങും. എന്ത് രസം എൻ്റെ ഭാവേ, ആള് മാറി. ഒരു തുണി എടുത്തോ പോയിട്ട്. അച്ചോ നല്ല സ്റ്റൈലുണ്ട്. കവിതയൊക്കെ എഴുതുന്ന ആൾക്കാരോ? അല്ല അല്ല, ഇത് കവിതന്റെ ആ സ്റ്റൈലല്ല, ഇത് കവിതയല്ല തന്നെ. ഇത് നല്ല ഇഷ്ടമായി. ആ പച്ചിടും. ഈ സൈസ് പച്ചക്ക് പാകല്ലേ? ആ പച്ചിടും, 100% ഇടും. പാവട എന്താ ഓന് പറ്റാന്ന്. ഇപ്പോഴത്തെ കുട്ടികളെ മൈൻഡ് സെറ്റ് അങ്ങനെയല്ലേ. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ, അവൻ്റെ മുഖത്തിന് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് പറ്റണില്ലല്ലേ കള്ളന്മാരെ? ഇതാകുമ്പോ അഫീഫിനെ ആരും നോക്കുന്നല്ല. ഇത് ലാർജാണ്, ഇത് ചിലപ്പോൾ പറ്റിയേക്കൂലേ? കൊണ്ടുപോയതല്ലോ. ഓ അതിന് ഇനി സ്കൂൾ പൂട്ടായ ഓനെ കമ്പ്യൂട്ടറും ട്രൗസറും. ഇതോ കമ്പ്യൂട്ടർ ഇത് പോവും എൻ്റെ അരക്ക്. കടലൊക്കെ കണക്കാവും, അതാ പ്രശ്നം. പിന്നെ അവിടെ കടക്കും എടുക്കണം ഫീന്. ആ ഫീഫിന് നമുക്കത് എടുക്കാം. ഇതാകുമ്പോളേ എന്ത് കളറ് ഇതിന് പറയാ? കണ്ണൊക്കെ കളറിന് ബ്രൈറ്റ് അല്ലാത്ത വേറെ എന്തെങ്കിലും പറയുന്നത്. ഓഫ് വൈറ്റ് ട്രാഫിക്കിന്റെ സിഗ്നലിനൊക്കെ നമ്മളൊരു കളർ പറയുന്നത് ഫ്ലൂറസെന്റ് കളർ. ഫ്ലൂറസെന്റ് കൺകുത്തി കളറാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ദാഫിക്കുള്ള ട്രൗസറും പച്ചിൻ്റെ ഷർട്ടും, പിന്നെ നമ്മളെ ഫയാസിക്കാക്ക് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടോ, അവൻ ലാസ്റ്റ് വെച്ചൊരു സാധനം ഇട്ടൊക്കെ അവൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു, അപ്പോൾ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതും നമ്മൾ വാങ്ങി. പിന്നെ പച്ചിക്കുള്ള എൻ്റെ പറഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി നമ്മളിവിടെ സാധനം വാങ്ങിയിട്ടാ, അതിൻ്റെ കവറാണ്. പച്ചിക്കുള്ള പഴയ പാൻറ്റാണ്. അപ്പം ഇനി നമുക്ക് വാങ്ങിയിട്ട് ഇനി നമുക്ക് നേരെ ഉമ്മച്ചിക്ക് വായിച്ചമാതാക്കുള്ള മാക്സി പർച്ചേസ് ചെയ്യാൻ വേണ്ടി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാം. ലെസ്കോ. ആ നിങ്ങളവിടെ സ്ഥലം പഠിക്കാണ്, പഠിക്കണം. നാളെ നിങ്ങളെ കണ്ടിനി മാമാതേന്ന് ഫുഡ് കഴിക്കാൻ. ഇവിടെ മജുമലോ അല്ല, അരികോട് മജുമല പഠിക്കണേ. വീട് നിലമ്പൂരാണ്. പെരുന്നാൾ അവധിക്ക് വന്നതാ. കാണുന്നാലേ മൊക്കയുടെ ബാഗും തൂക്കി നൂറ പോകുന്നു. നൂറ പോകുന്നു. ബാഗി ജീൻസും പാൻറ്റും മണ്ണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം. ഇത് ബാഗി ജീൻസാ അല്ലല്ലോ, ലിറ്റിൽ ബാഗിയാ? ചെറുതായിട്ട് ബാഗില്ലേ? ഭയല്ലേ വേണ്ടല്ല, ആടെ നിൽക്കാടി. നിങ്ങളെ ആക്ടറാണോ? സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അല്ല, ഞാൻ വെൽഡറാണ്. ഗൈസ്, അപ്പോൾ ഉമ്മച്ചിൻ്റെ കഫ്താന് ഉമ്മച്ചി കോട്ടൺ അല്ലാതെ പറ്റൂല. ഫുൾ ടൈം ഉമ്മച്ചി കോട്ടനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോട്ടൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പിന്നീട് വരാം സ്റ്റോക്കുള്ള ടൈമിൽ. അയച്ചമാതാക്കുള്ള ഇത് കൊള്ളൂല അയച്ചമാതാക്ക്. പൈസ നിങ്ങൾ കൊടുക്കൊന്നും വേണ്ട. അപ്പോൾ ഇത് 300K സെലിബ്രേഷനാണ്. പൈസ ഞാനാ കൊടുക്കുക.
ഗൈസ് അപ്പം ഇനി നമ്മളടുത്ത് നൂറൊക്കെ ഉണ്ടോ നോക്കാൻ പോണത്. നൂറൊക്കെ ഡ്രസ്സ് വേണോ ഷൂ വേണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നൂറ ഡ്രസ്സ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂറൊക്കെ പറ്റിയ ഡ്രസ്സ് നമുക്ക് നോക്കാം. പെട്ടെന്ന് നോക്കണ്ടോ? എനിക്ക് 10 മിനിറ്റ് ടൈം വരും. ഈ ഷോ ഇത് എനിക്ക് 1000 റുപ്യക്ക് എന്തും എനിക്ക് എടുക്കാം. വെറുതെ പറഞ്ഞോ, മെല്ലെ നോക്കിയാൽ മതി. ഇവിടെ കുറേ ഉണ്ടല്ലോ, കൺഫ്യൂഷൻ ആവുമല്ലോ. ഓക്കെ എൻ്റെ മോനെ ഇതാരിത് വോൾഫ് കട്ട് നൂറ സീൻ ലുക്കായിട്ടാ രസമുണ്ട്. ആ ഇതിൻ്റെ അല്ല കുപ്പായത്തിൻ്റെ ഇവിടെ ഉണ്ടോ ഇതാ ഡാമേജ് സീനില്ല. വേറെ ഇതേത് സൈസ് ഏതേനു? വേറെ സൈസ് ഉണ്ടാക്കാം. വേറെ ഉണ്ടാവില്ലേ? ഇത് ഉറപ്പിച്ചോ? ഫിക്സ് ആ മാറ്റി വാ. ഷാളൊക്കെ എൻ്റെ അടുത്തുണ്ട്. നമുക്ക് മെയിനായിട്ട് ആ ജീൻസിൻ്റെ മീഡിയാണ് കേട്ടോ പറ്റിയത്. അത് ഒറ്റയടിക്ക് എന്നോട് പറഞ്ഞു. കാരണം നമ്മളൊക്കെ ഇവിടെ വന്നിട്ടേക്കാൾ ആലോചിക്കാം. ഓളെ ഓൾറെഡി കണ്ടുവച്ച സാധനമാണത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ജീൻസിൻ്റെ മീഡിയം ടോപ്പൊന്നും മതി എന്ന് ഓൾ ആദ്യം പറഞ്ഞു. നേരെ ആ സെഷനിൽ പോയി എടുത്തു. ഒറ്റ എടുക്കൽ. സാധാ പെണ്ണുങ്ങളെ മാരി കുറേ തപ്പില്ല ടൈമുകളിലൊന്നും ഇല്ല കേട്ടോ. 5 മിനിറ്റോട് പരിപാടി കഴിഞ്ഞു. നോമ്പുറക്കാൻ ടൈമായി. എൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണത്? എൻ്റെ ഒപ്പം പഠിക്കണുള്ളതാണത്? ഓ അങ്ങനെ ഞങ്ങൾ പരിചയല്ലേ? ഞാൻ വിളിച്ച എന്നെ പറഞ്ഞല്ലേ? ഇല്ലല്ല അതിനുള്ളൂ. ആ ഇനിയൊന്നും വേണ്ട. നമ്മളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പൈസ നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഉമ്മച്ചിക്കുള്ളത് ഇൻഷാല്ല നമ്മൾ അടുത്ത പ്രാവശ്യം എന്തായാലും നോക്കാൻ വരും. ഉമ്മച്ചിക്ക് കോട്ടൺ അല്ലാതെ പറ്റൂല. ഈ തിരക്ക് കഴിഞ്ഞിട്ട് മതി എനിക്ക്. ആവശ്യമില്ല. നമുക്ക് സ്കൂൾ പോയിട്ട് 2 മാസം നീണ്ടു നിവർന്ന് കിടക്കും. നമ്മൾ പൊളിക്കുമല്ലേ? അപ്പോൾ ഉമ്മച്ചിക്ക് ഇൻഷാല്ല നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം എന്തായാലും എടുക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉമ്മച്ചിക്ക് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഓൾറെഡി ഞാൻ ഷൂ വാങ്ങിക്കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെരുപ്പും ഷൂ ഒന്നും ഞാൻ അതുകൊണ്ടാണ് വാങ്ങാത്തത്. നമ്മൾ തീർന്നിട്ട് വാങ്ങാം ഇൻഷാല്ല. അപ്പോൾ നമ്മൾ നല്ല ലേറ്റായി. ഇപ്പോൾ സമയം 6:15. നമുക്ക് ഇനി വീട്ടിൽ എത്തിയിട്ട് വേഗം നോമ്പ് തുറക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കുഞ്ഞൊരു വ്ളോഗ്. ഇതിൻ്റെ ബാക്കി പാർട്ട് 2 നമ്മൾ അടുത്ത വ്ളോഗായിട്ട് ഇടുന്നതാണ്. എല്ലാവരും ഇട്ട് നോക്കണത്, ഉപ്പച്ചിക്ക് സാധനം കൊടുക്കണതൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വ്ളോഗിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.